ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ക്രാഫ്റ്റാണ്. എൻ്റെ വീട്ടിൽ കുറച്ച് അവിൽ വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അത് കേടായപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അത് ഞാൻ സോപ്പ് പൊടീൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മേലെ ഒരു A3 ഷീറ്റും ഒട്ടിച്ചു. പിന്നെ കുറച്ച് അവിലും കളറും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം കാർഡ്ബോർഡിൻ്റെ മേലെ ഗമ്മ് തേച്ചിട്ട് A3 ഷീറ്റ് ഒട്ടിച്ച് ഒരു ഫ്രെയിം പോലെ ആക്കിയെടുത്തു. അവിൽ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കളയാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ രണ്ട് ഭാഗത്തും A3 ഷീറ്റ് ഒട്ടിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനൊരു മരത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ ക്ലിയറായിട്ട് കാണുന്നില്ല. ഒരു പെൻസിൽ കൊണ്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ കുറച്ച് ഗമ്മാക്കി വയ്ക്കുകയാണ്. നിറയെ ഗമ്മാക്കിയിട്ട് അതിൽ അവിൽ ഇട്ടിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് അതിൽ ഒട്ടി നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. ഫെവിക്കോളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒട്ടി നിൽക്കുമായിരുന്നു. ഞാനിതിൽ ഗമ്മിട്ടിട്ട് അതിലിട്ടിട്ട് ഒട്ടിച്ച് ഒരു 1-2 മണിക്കൂർ, 1 മണിക്കൂറിനടുത്ത് ഞാൻ വെച്ചു. അത് അതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗം ഒഴിച്ചു കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതിൽ ഞാൻ കളർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് കളറുകളാണ്. അതിൻ്റെ കൂടെ സ്കെച്ചും ഉപയോഗിച്ചിട്ടുണ്ട്.
അവിലൊക്കെ നിറയിട്ടതിന് ശേഷം ഞാനൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബോർഡൊന്ന് എടുത്തിട്ടൊന്ന് കമഴ്ത്തി കൊടുത്തു. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതെ നിൽക്കുന്ന അവിലുകളൊക്കെ പുറത്തേക്ക് പോന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.